വി എസ് രഞ്ജിത്ത്. വെരി ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത്. ഇന്ന് നിർണായകമായ മന്ത്രിസഭയുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടുന്നുണ്ട്, സുരക്ഷാ ചുമതലയുള്ള സമിതി കൂടുന്നുണ്ട്. ഇന്നലെ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീഡം, പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി. ഈ സാഹചര്യത്തിൽ ആ തീരുമാനത്തെ പൂർണ്ണമായിട്ടും ശരിവെച്ചുകൊണ്ട് ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേരുമായിരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് തിരിച്ചടിക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ്. മുന്നറിയിപ്പുമായി നാവികസേന ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഒരു ദൗത്യവും അകലെയല്ല എന്നാണ് പുതിയ പോസ്റ്റിൽ ഇപ്പോൾ പറയുന്നത്. അതായത് നേരത്തെ സർജിക്കൽ സ്ട്രൈക്ക് വ്യോമസേന വഴിയായിരുന്നെങ്കിൽ ഉറിക്ക് ശേഷം നമ്മൾ കരസൈന്യത്തിലൂടെയാണ് ആക്രമണം നടത്തിയതെങ്കിൽ ഇത് ഇനിയിപ്പോൾ നാവികസേനയുടെ ഊഴമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. വി എസ് രഞ്ജിത്ത്. ഡോക്ടർ, ഒരു നിർണായകമായ മുന്നറിയിപ്പാണ് നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒരു ദൗത്യവും അകലെയല്ല, ഒരു കടലും പിടിച്ചെടുക്കാനാവാത്തത്ര വിശാലമല്ല, വ്യാപ്തിയുള്ളതല്ല എന്നുള്ള പോസ്റ്റാണ് ഇപ്പോൾ നാവികസേന ഇട്ടിട്ടുള്ളത്. അതായത് ചില സൂചനകൾ, വളരെ നിർണായകമായ ചില സൂചനകൾ നാവികസേന നൽകുന്നു. അവർ തയ്യാറെടുക്കുകയാണ്, അവർ ഇന്ധനം നിറയ്ക്കുകയാണ് എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. ഒരുപക്ഷെ അത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാവാം. ഇന്ത്യൻ സമൂഹത്തിന്, ഇന്ത്യക്കാർക്കുള്ള ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു സന്ദേശം കൂടിയാണ് നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സമ്പൂർണ്ണമായ അധികാരവും സ്വാതന്ത്ര്യവും സേനയ്ക്ക് നൽകിയിരുന്നു. അതിൽ സംയുക്ത സേനാ മേധാവിയും 3 സേനകളുടെയും തലവന്മാരും പ്രതിരോധ മന്ത്രിയും നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് അത്തരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യം 2 കാര്യത്തിനു വേണ്ടിയിട്ടാണ്. ഏത് തരത്തിൽ തിരിച്ചടിക്കണം, ഏത് സമയത്ത് തിരിച്ചടിക്കണം എന്നുള്ള കാര്യത്തിലുള്ള ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഇന്ന് വേണം അല്ലെങ്കിൽ നാളെ തന്നെ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയല്ല, വളരെ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് എന്നുള്ള സ്വാതന്ത്ര്യമാണ് സൈന്യത്തിന് നൽകിയിട്ടുള്ളത്. ഏതായാലും ആ സ്വാതന്ത്ര്യം സൈന്യം ഉപയോഗപ്പെടുത്തും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ചേരാനിരിക്കുന്ന സുരക്ഷാകാര്യ ഉപസമിതി, മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ ഉപസമിതി മാത്രമല്ല, സാമ്പത്തിക കാര്യ ഉപസമിതിയും ഇന്ന് ചേരുന്നുണ്ട്. അതായത് ഒരു രാജ്യത്ത് യുദ്ധമുണ്ടാവാൻ പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ട ക്യാബിനറ്റിന്റെ ഉപസമിതികളെല്ലാം ഇന്ന് ചേരുന്നുണ്ട്. ക്യാബിനറ്റും അല്പസമയത്തിനകം ചേരും. 11 മണിക്കാണ് ഉപസമിതികൾ ചേരുക. 12 മണിയോടുകൂടി ക്യാബിനറ്റ് ചേരും. അതിനുശേഷം 2 കാര്യങ്ങളാണ് എടുക്കാനുള്ളത്. ഒന്ന്, രാജ്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ, അതിനുശേഷം ഇനിയിപ്പോൾ തിരിച്ചടി ഉണ്ടായാൽ പോലും അതെങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ. 2, ഇന്നലെ കോൺഗ്രസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആ സന്ദേശവും രാജ്യത്തെ ജനങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും കൊടുക്കേണ്ടതുണ്ട്. അതിന് പാർലമെന്റ് യോഗം വിളിക്കണമെന്നുള്ളതാണ്. ഈ തിരക്കിട്ട യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കുമിടയിൽ പാർലമെന്റ് യോഗം വിളിക്കാനുള്ള സമയമുണ്ടോ, എത്തരത്തിലുള്ളൊരു ചർച്ച കൂടി ഇന്ന് ക്യാബിനറ്റിൽ വന്നേക്കാം. ഏതായാലും നിർണായകമായ യോഗങ്ങൾക്കാണ് ഇന്നിപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആ യോഗങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാവുകയും ചെയ്യും. രാജ്യം പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചടിക്ക് സൈന്യം തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള ചില സന്ദേശങ്ങൾ നമ്മുടെ നാവികസേനയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇതിനിടയ്ക്ക് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗം പാകിസ്ഥാനിൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് 36 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഇന്ത്യ തിരിച്ചടിച്ചേക്കാം എന്നുള്ളതാണ്. പാകിസ്ഥാനെയും ആ അർത്ഥത്തിൽ കരുതലെടുക്കുന്നുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ നടത്തിയ നമ്മളുടെ തിരിച്ചടികൾ എന്ന് പറയുന്നത് സർപ്രൈസ് അറ്റാക്ക് ആയിരുന്നു. അതാണ് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു തന്ത്രമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോൾഡായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാവും എന്ന മുന്നറിയിപ്പ് നൽകുന്നു എന്നത് പാകിസ്ഥാനെ അലട്ടുകയും ചെയ്യുന്നുണ്ട്.